പത്തനംതിട്ടക്കാരനായ ഒരു പൈലറ്റ് സ്വന്തം ജില്ലയുടെ മുകളിലൂടെ വിമാനത്തിലൊരു യാത്ര പോയി. കുട്ടികൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. മഴ കാരണമാണ് തിരുവനന്തപുരം കൊച്ചി വിമാനം പത്തനംതിട്ട വഴി തിരിച്ചുവിട്ടത്. മലയാളത്തിൽ അനൗൺസ്മെന്റ് നടത്തി സ്വന്തം ജില്ലയ്ക്ക് മുകളിലൂടെ പറന്ന പൈലറ്റിന്റെ വിശേഷങ്ങൾ കാണണ്ടേ, അതിലേക്ക്. My young brothers from my hometown, Pathanamthitta, from Prakashadhara. It's a wonderful and a special flight for me. I'm also from the same hometown, and you're all my younger brothers. Such a memorable flight for me. നമുക്ക് എല്ലാവർക്കും പറക്കാം. ഓക്കെ, അപ്പം എയർപ്ലെയിന്റെ വിൻഡോ കൂടെ പുറത്തോട്ട് നോക്കിക്കോളൂ. മേ ബി നമുക്ക് പത്തനംതിട്ട കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഓക്കെ, ഐ വിൽ കം വിത്ത് ആൻ അനൗൺസ്മെന്റ്. അപ്പോൾ അനൗൺസ്മെന്റ് കാണാൻ പറ്റുമെങ്കിൽ ഐ ടെൽ യു. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ഗുഡ് ഫ്ലൈറ്റ്. ദൃശ്യങ്ങൾ കണ്ടല്ലോ. പൈലറ്റ് അനൗൺസ്മെൻറ്റ് നടത്തുന്നത് മലയാളത്തിലാണ്. എന്തായാലും ആ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയ പൈലറ്റ് ആനന്ദ് മോഹൻരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പത്തനംതിട്ടക്കാരനാണ്. എങ്ങനെയായിരുന്നു ആ ഒരു മലയാളത്തിലുള്ള അനൗൺസ്മെൻറ്റും അതിൻ്റെ സാഹചര്യമൊക്കെ? ഈ ഒരു സംഗതി തന്നെ ഇതൊരു 4-5 മാസത്തെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. ഓർത്തഡോക്സ് സഭ സറാഫിൻ തിരുമേനിയുടെ ഐഡിയൽ ഉദിച്ച ഒരു ആശയമാണ്. നമ്മുടെ പ്രകാശധാര എന്ന് പറഞ്ഞ ഡിഫറെൻ്റ് ഏബിൾ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഫ്ലൈറ്റ് യാത്ര വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്തു നമ്മൾ വളരെ യാദൃശികമായി നമ്മൾ പത്തനംതിട്ട ഭാഗത്തേക്ക് വെതർ മൂലം നമുക്ക് പ്ലെയിൻ തിരിക്കേണ്ട വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പത്തനംതിട്ട മേളിൽ ദർശിക്കാം അല്ലെങ്കിൽ കാണാമെന്നുള്ള ഒരു ഐഡിയ എനിക്കും മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെതർ അവിടെ ഉള്ളതായിട്ട് നമുക്കറിയായിരുന്നു. അങ്ങനെ പത്തനംതിട്ടയുടെ മുകളിലേക്ക് നമ്മൾ പ്ലെയിൻ വരുന്നു. കുട്ടികൾക്ക് അത് ഞാൻ ഏത് രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞാലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പത്തനംതിട്ടക്കാരനായിരുന്നു. അപ്പം എനിക്കും ഏറ്റവും അധികം അഭിമാനം കിട്ടുന്ന അല്ലെങ്കിൽ അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ് എൻ്റെ അനിയന്മാരെ അനുജത്തിമാരെ കൊണ്ട് പത്തനംതിട്ടയുടെ മുകളിലൂടെ നമുക്ക് ഒന്ന് പാസ് ചെയ്യാൻ കിട്ടുന്ന ഒരു സന്ദർഭം വളരെ സ്പെഷ്യലായിട്ട് തോന്നി. ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചില തടസ്സങ്ങളുള്ളതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മലയാളത്തിലുള്ള അനൗൺസ്മെൻറ്റാണ്. അപ്പം തന്നെ ഈ യാത്രയ്ക്ക് കഴിഞ്ഞ ശേഷം പിള്ളേരോ കൂടെ കൂടിയെന്നൊക്കെ കേട്ടു. അതെ, ഞാൻ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന സ്റ്റാഫ് എന്ന് പറയുന്ന അവർ ഡൽഹിക്കാരുണ്ട്, കൊൽക്കട്ട എന്നുള്ളവരുണ്ട്, പിന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ട്. എല്ലാവരും പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ഇറങ്ങാം, മെട്രോയിൽ കയറുക, പിന്നെ വാട്ടർ മെട്രോയിൽ പോകുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫ്ലൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു, ഞങ്ങളൊന്ന് പോയി പിന്നെ ഡ്രസ്സൊക്കെ മാറി യൂണിഫോം മാറി ഞങ്ങൾക്കും അവരുടെ കൂടെ വാട്ടർ മെട്രോയിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ വാട്ടർ മെട്രോയിലും സഞ്ചരിക്കുകയുണ്ടായി. ഞാൻ 17ാമത്തെ വയസ്സിൽ യൂറോപ്പിലാണ് പഠിക്കാൻ പോയത്. എനിക്കിപ്പോഴും ഞാൻ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് അത്ര സന്തോഷം വേറൊരു ഘടകമില്ല. അപ്പോൾ അവിടുത്തെ കുട്ടികളെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് തീർത്തും അഭിമാനകരവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസാണ്. എന്തായാലും സ്വന്തം നാടിന് മുകളിലൂടെ കുട്ടികളുമായി പറക്കാൻ പറ്റിയത് വലിയ അനുഭവമാണ്. അതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് മലയാളത്തിൽ സംസാരിച്ച പൈലറ്റ് പറയുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.